പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഇന്നർലൈറ്റ് ചാനലിലേക്ക് സ്വാഗതം. വെറും 24 മണിക്കൂർ കൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ നടത്താം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്ന ഈ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരും ജീവിതത്തിൽ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് പണമാകാം, വിജയമാകാം, ഒരു പുതിയ വീടാകാം, അല്ലെങ്കിൽ വാഹനമാകാം, മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കണ്ടെത്തലാവാം, അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നിവയൊക്കെ എന്തെങ്കിലുമൊക്കെ ആകാം. എന്നാൽ പലപ്പോഴും ഇതൊക്കെ ചിലർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അവർക്ക് മാത്രമേ ലഭിക്കാറുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഭാഗ്യം എല്ലായ്പ്പോഴും ചിലരെ മാത്രമാണ് കടാക്ഷിക്കുന്നത് എന്നാണ് മിക്കവരും ചിന്തിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം ഇങ്ങനെയല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി നിങ്ങൾ എത്ര ഊർജം ചെലവാക്കി? എവിടെയാണ് നിങ്ങൾ ആ ഊർജം ചെലവാക്കിയത്? സാധ്യമാണ് എന്ന് നിങ്ങൾ എത്ര കണ്ട് വിശ്വസിക്കുന്നുണ്ട്? ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കാര്യങ്ങളും ആവശ്യങ്ങളും നടത്തി തരുന്നത്. ഇനി പറയുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടോ? അവയെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാണോ? പ്രൊഫഷണൽ സ്പോർട്സ് താരങ്ങൾ, അഭിനേതാക്കൾ, കമ്പനി മേധാവികൾ, കലാകാരന്മാർ, ആത്മീയ നേതാക്കൾ എന്നിവരുൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വിജയികൾ എന്ന് നിങ്ങൾ കരുതപ്പെടുന്ന ആളുകളുടെ വിജയത്തിൻ്റെ രഹസ്യം വളരെ ശക്തമായ ഒരു മൈൻഡ് ടെക്നിക്കാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? രണ്ടാമത്തേത്, നിങ്ങളുടെ അളക്കാവുന്ന തലത്തിലുള്ള ബുദ്ധി. അതിനെ IQ എന്ന് വിളിക്കും. മെമ്മറി അഥവാ ഓർമ്മശക്തി. ഫോക്കസ് ചെയ്യാനുള്ള കഴിവ്, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തലച്ചോറിൻ്റെ ശക്തി എന്നിവ ശാശ്വതമായി അല്ലെങ്കിൽ പെർമനൻ്റായി സജ്ജീകരിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആവശ്യാനുസരണം നിങ്ങളുടെ ചിന്താശക്തി, ബുദ്ധിശക്തി, ഓർമ്മശക്തി എന്നിവയെ ഏത് വൈബ്രേഷനിലും സെറ്റ് ചെയ്യാനുള്ള കഴിവ്, ഏത് ഊർജ്ജ തലത്തിലേക്കും മാറാനുള്ള കഴിവ് എന്നിവയെല്ലാം തന്നിട്ടാണ് നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് എന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മറന്നു പോകുന്നു എന്നതാണ് പരാജയത്തിൻ്റെ കാരണം. നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണവും അതുതന്നെയാണ്. സത്യത്തിൽ വിജയിക്കാൻ വളരെ എളുപ്പമാണ്, പരാജയപ്പെടാനാണ് പ്രയാസം. വിജയിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ പരാജയപ്പെടാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പലരും പരാജയപ്പെടുന്നത്. ഇത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളിൽ പലരും ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്നിവയൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും. ക്രിയേറ്റീവ് വിഷ്വലൈസേഷനാണ് ഇവയുടെയൊക്കെ അടിസ്ഥാനം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചതായും അവ നിങ്ങൾ അനുഭവിക്കുന്നതുമായുള്ള ഫീലും അനുഭവങ്ങളും എത്ര ശക്തമായും വ്യക്തമായും പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ടും വേഗതയും. ഇതൊക്കെ ചെയ്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരും. ഇതൊക്കെ നടക്കുമോ? എപ്പോൾ നടക്കും? ഇനി നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ പാമ്പും കോണിയും കളിച്ചിട്ടുണ്ടാവും. 1 നിന്ന് തട്ടിത്തടഞ്ഞൊക്കെ 98 വരെയൊക്കെ എത്തും. 98ൽ ഒരു പാമ്പുണ്ടാകും. നേരെ അതിൻ്റെ വായിൽ പോയി ചാടും. നേരെ കുത്തനെ 0-ലോട്ടോ 1-ലോട്ടോ 2-ലോട്ടോ തിരിച്ചെത്തും. എന്നാൽ മറ്റു ചിലർ നല്ല വൃത്തിയായും ഭംഗിയായിട്ടൊക്കെ ഈ പ്രാക്ടീസൊക്കെ ചെയ്യും. ഏകദേശം മാനിഫെസ്റ്റേഷൻ്റെ തൊട്ടടുത്ത് വരെയൊക്കെ എത്തും. നിങ്ങൾ മാനിഫെസ്റ്റേഷനിലേക്ക് എത്തുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്നു എന്നതിന് പ്രപഞ്ചം ചില സൂചനകൾ നൽകും. അവയിൽ ആദ്യത്തേതാണ് ലോസ് അഥവാ പലതരം നഷ്ടങ്ങൾ. അത് ജോലിയിലാകാം, തൊഴിലിലാകാം, ബിസിനസ്സിലാകാം, റിലേഷനിലാവാം, മറ്റു കാര്യങ്ങളിൽ എന്തിലുമാകാം. ഈ നഷ്ടം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ വിജയത്തിനോ ആഗ്രഹത്തിനോ തടസ്സമാകുന്ന പല വസ്തുതകളെയും പ്രപഞ്ചം എടുത്തു മാറ്റുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ അഥവാ പുതിയ വൈബ്രേഷനുകൾ നിങ്ങളിൽ സ്ഥാപിക്കാൻ സ്ഥലം ആവശ്യമാണ്. എന്നാൽ ഒട്ടുമിക്കവരും ഇതൊരു ദുരന്തമായോ നഷ്ടമായോ കണക്കാക്കി ഇവയിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യാറ്. അതുപോലെ മറ്റൊരു ലക്ഷണമാണ് ചില അക്കങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരമായി കാണാൻ തുടങ്ങുന്നത്. ഉദാഹരണത്തിന് 22, 333, 4444 ഇങ്ങനെയൊക്കെയുള്ള ചില ആവർത്തന അക്കങ്ങളൊക്കെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലും പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങും. ഫോൺ, ടെലിവിഷൻ, വാർത്തകൾ, മാധ്യമങ്ങൾ, മാഗസിൻ, പത്രങ്ങൾ, യാത്രകൾ എന്നിവയിലൊക്കെ ഇവ ആവർത്തിച്ച് വരുന്നതായി നമുക്ക് അനുഭവപ്പെടും. മറ്റൊരു വൈബ്രേഷണൽ അലൈൻമെൻറ്റിലേക്ക് മാറുന്നതിൻ്റെ സൂചനകളാണ് ഇതൊക്കെ. നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ പ്രപഞ്ചം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ മറ്റൊരു വൈബ്രേഷണൽ അലൈൻമെൻറ്റിലേക്ക് നമ്മൾ മാറുന്നത്. മൂന്നാമത്തേതാണ് ഒരുപാട് പുതിയ പുതിയ ആളുകൾ
നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകളും സർവീസുകളും നിങ്ങളുടെ അറിവുകളും കഴിവുകളും ലോകത്തിന് മുമ്പിൽ എത്തിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ചാനൽ. തുടക്കം മുതൽ വരുമാനം ലഭിക്കുന്ന മോണിറ്റൈസേഷൻ ചെയ്ത യൂട്യൂബ് ചാനലുകൾ കൊടുക്കാനായിട്ടുണ്ട്. വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ, പ്രൊഫഷണൽസ് എന്നിങ്ങനെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിൽ ഒട്ടുമിക്കവരും മാന്യമായ വരുമാനം യൂട്യൂബിലൂടെ നേടുന്നുണ്ട്. വ്യത്യസ്തമായ ആശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ചെയ്ത യൂട്യൂബ് ചാനലുകൾക്കായി ഞങ്ങളെ ബന്ധപ്പെടുക. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണമാണ് ഇതുവരെ പരിചയമില്ലാത്ത നിരവധി ആളുകളെ പരിചയപ്പെടുകയും അവരുമായി ഗാഢബന്ധം ഉണ്ടാവുകയും ചെയ്യുന്നത്. പ്രപഞ്ചത്തിൻ്റെ മെസ്സേജുകൾ നിങ്ങളിലേക്ക് ചാനൽ ചെയ്യുന്നത് ഒരുപക്ഷെ അവരിലൂടെ ആയിരിക്കാം. മാത്രവുമല്ല, നിങ്ങളുടെ പല അന്വേഷണങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുന്നതും അവരിലൂടെയായിരിക്കും. കൂടാതെ നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങളിൽ നിങ്ങളെ സഹായിക്കാനുള്ള ചുമതലയും അവർക്കായിരിക്കും. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ലക്ഷണമായി നിങ്ങൾക്ക് ലഭിക്കും. സുഹൃത്തുക്കളെ, ഇനിയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ രഹസ്യം അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ മർമ്മം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് മാനിഫെസ്റ്റേഷൻ? നിങ്ങളുടെ ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും ശക്തിയിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയാണ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ചിന്തകളും ഊർജവും കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവയെ ആകർഷിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ തത്വം. ഇതിൻ്റെ തത്വം എന്നത് നിങ്ങൾ കൊടുക്കുന്നത് എന്താണോ അത് തിരിച്ചു കിട്ടുന്നു എന്നതാണ്. പോസിറ്റീവായ ചിന്തകൾ പോസിറ്റീവ് ഫലങ്ങളെയും നെഗറ്റീവായ ചിന്തകൾ നെഗറ്റീവ് ഫലങ്ങളെയും ആകർഷിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതിനർത്ഥം നിങ്ങളുടെ ചിന്തകളും ഊർജവും പോസിറ്റീവായ കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പോസിറ്റിവിറ്റി ആകർഷിക്കപ്പെടും. മറുവശത്ത് നിങ്ങൾ നെഗറ്റീവ് ചിന്തകളിലും വിശ്വാസങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ നിഷേധാത്മകമായ നെഗറ്റീവായ കാര്യങ്ങൾ ഫലങ്ങൾ ആകർഷിക്കപ്പെടും. നിങ്ങളുടെ ഉപബോധ മനസ്സുകളുടെ പ്രോഗ്രാമിംഗ് മാറ്റുന്നതിലൂടെയാണ് മാനിഫെസ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ചിന്തകൾ എന്ന വൈദ്യുത പ്രേരണകളിലൂടെ പരസ്പരം ആശയവിനിമയം നടത്തുന്ന കോടിക്കണക്കിന് ന്യൂറോണുകൾ കൊണ്ടാണ് നമ്മളുടെ മസ്തിഷ്കം നിർമ്മിച്ചിരിക്കുന്നത്. നാം ഒരു ചിന്തയോ വികാരമോ സൃഷ്ടിക്കുമ്പോൾ ഈ ന്യൂറോണുകൾ കോടിക്കണക്കിന് ന്യൂറോൺ ബന്ധനങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് നമ്മളുടെ തലച്ചോറിൽ ന്യൂറൽ പാതകൾ സൃഷ്ടിക്കുന്നു. നാം ഒരു പ്രത്യേക ചിന്തയെക്കുറിച്ച് എത്രത്തോളം ചിന്തിക്കുന്നുവോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വികാരം എത്രത്തോളം അനുഭവിക്കുന്നുവോ അത്രത്തോളം ഈ നാഡീവ്യൂഹങ്ങൾ ശക്തമാകുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ വിശ്വാസങ്ങളും ശീലങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിൽ രൂഢാമൂലമാകുന്നത്. നിങ്ങളുടെ ചിന്തകൾ നടന്നു കിട്ടാൻ ആവശ്യമായ ന്യൂറോൺ കണക്ഷൻസ് തലച്ചോർ സ്വയം സൃഷ്ടിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളവ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഫീൽ ഉണ്ടാകണം എന്ന് പറയുന്നതിൻ്റെ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യാനായി സാധിക്കും. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ, പ്രപഞ്ചം വർത്തമാന കാലത്തിലാണ് നിലകൊള്ളുന്നത്. സമയം ഒരു മിഥ്യയാണെന്നും ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രപഞ്ചത്തിന് യഥാർത്ഥത്തിൽ അറിയില്ല എന്നുള്ളതുമാണ് സത്യം. ഈ പ്രപഞ്ചം ഈ നിമിഷത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ആകണം എന്നൊരു ചിന്ത നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് കൊടുത്താൽ പ്രപഞ്ചം അതിനെ കണക്കാക്കുന്നത് നിങ്ങൾക്കത് ഇതുവരെ ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ കുറവുകളും കൂടുതൽ ആഗ്രഹങ്ങളും നൽകും. പ്രപഞ്ചത്തിൻ്റെ ഭൂതകാലം കഴിഞ്ഞു പോയിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം നിങ്ങൾക്ക് ലഭിച്ചതായി നിങ്ങൾക്ക് തോന്നണം, അത് അനുഭവിക്കണം. ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ രഹസ്യം. ഈ ഭാഗം 1-2 തവണ നിങ്ങൾ കേൾക്കുക, ചിന്തിച്ചു നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഈ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.